മഹ്ശറിലെത്തുമ്പോ വലിയ മറ്റൊരു രംഗമാണ് ഇനി പറയാൻ പോകുന്നത്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. മഹ്ശറിലെത്തുമ്പോ ഖബറിൽ നിന്ന് എണീറ്റ് പോയിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ സുഖങ്ങൾ പറഞ്ഞ ശേഷം സൂറത്ത് യാസീനിൽ മഹ്ശറിലെത്തുമ്പോ ജനങ്ങളെ വേർതിരിക്കുന്ന ഒരു സമയമുണ്ട്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. മുഅ്മിനീങ്ങളും കാഫിരീങ്ങളും മുനാഫിഖീങ്ങളും ഒക്കെ കൂട്ടം കൂട്ടമായി ഇടകലർന്നു നിൽക്കുമ്പോ മലക്കുകൾ വിളിച്ചു പറയാണ് അല്ലാഹുവിന്റെ അനുവാദപ്രകാരം, അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ മാറി നിൽക്കൂ. വംതാസുൽ യൗം, ദുനിയാവിൽ നിങ്ങൾ കൂടി നിന്നതുപോലെ ഇവിടെ കൂടിക്കലർന്നു നിൽക്കരുത്, വേറിട്ട് നിൽക്കൂ. അയ്യുഹൽ മുജ്രിമൂൻ, കാഫിരീങ്ങളെ, മുനാഫിഖുകളെ, നിരീശ്വരവാദികളെ, യുക്തിവാദികളെ, മുഅ്മിനീങ്ങളോട് മുസ്ലിങ്ങളോട് ചേർന്ന് നിൽക്കല്ല, ഒന്ന് മാറി നിൽക്കൂ, മാറ്റി നിർത്തുകയാണ്. യൗമ തഖൂമുസ്സാഅതു യൗമഇദിൻ യതഫറഖൂൻ. ഖിയാമത്ത് നാളിൽ അതേ സംഘമായി പലരെയും പല ഭാഗത്തേക്കും മാറ്റി നിർത്തുന്നൊരു നേരമുണ്ട്. മുഅ്മിനായ മനുഷ്യനൊന്ന് വേറെ, ഈമാനില്ലാത്തവനൊന്ന് വേറെ, ഇഖ്ലാസുള്ളവരൊന്ന് വേറെ, മുനാഫിഖീങ്ങളൊന്ന് വേറെ. കൂട്ടം കൂട്ടമായി എല്ലാവരും അവിടെ എത്തുമ്പോ മാറ്റി നിർത്തുകയാണ്. എന്തേ ഇനി നിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതില്ല, നിങ്ങൾ മാറി നിൽക്കണം. ഓരോരുത്തരോടും വേറെ തന്നെ ചോദിക്കാനുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്ത് നന്മ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അതൊന്നും ഇനി ഇവിടെ ലഭിക്കൂല, ഒന്ന് മാറി നിൽക്കണേ. അങ്ങനെ അവരെ കാലകാലത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി നിർത്തപ്പെടുകയാണ്. കാലകാലത്തേക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, സ്വർഗക്കാരെയും നരകക്കാരെയും വേർതിരിച്ചറിയാനതൊരു സ്വഭാവമാണ്. ആ രൂപത്തിൽ ഒരു മാറ്റം നൽകുമ്പോ, അള്ളാഹുവിന്റെ പ്രഖ്യാപനം വരുമ്പോ, ഓരോ ഭാഗത്തേക്ക് മാറി നിൽക്കാനുള്ള ഓർഡർ വരുമ്പോ മലക്കുകൾ വന്ന് മാറ്റി നിർത്തുകയാണ്. സ്വഫ് സ്വഫായി നിൽക്കുന്ന ഘട്ടത്തിൽ ഓരോ സ്വഫിലേക്കും ആളുകളെ കിതാബ് കൊടുക്കപ്പെടുന്നതിന്റെ മുമ്പായി മാറ്റി നിർത്തപ്പെട്ട് വിവിധ സ്ഥലങ്ങളിലായി രൂപപ്പെടുത്തപ്പെടുകയാണ്. ചിലര് അർശിന്റെ നേരെ മുൻഭാഗത്താണ്, ചിലര് അർശിന്റെ വലതുഭാഗത്താണ്, ചിലര് അർശിന്റെ ഇടതുഭാഗത്താണ്. കൂടുതൽ സ്വഫ് കെട്ടി നിൽക്കുന്നത് ഈ ഉമ്മത്തിലെ ആളുകളാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിൽ മൊത്തം 120 സ്വഫാണെങ്കിൽ വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണാം ഹദീസിൽ. അതിൽ 80 സ്വഫും എന്റെ ഉമ്മത്താണെന്ന് സ്വദഖ റസൂലുള്ളാഹി. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ മൊത്തം എല്ലാരും പെട്ടു, മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാരും പെട്ടു. പക്ഷെ ആ 130-120 സ്വഫുണ്ടെങ്കിൽ ആകെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഒറ്റ സ്വഫ് മാത്രമേ ഉള്ളൂ, സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിലേക്കാണ് പോകാൻ നല്ല എളുപ്പമാണെന്ന് കരുതി കുത്തിർക്കണ്ട. ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല വിളിച്ചിട്ടൊരു പ്രഖ്യാപനം നടത്തുന്ന ഒരു പ്രഖ്യാപനത്തെ പറ്റി ഹദീസിൽ പറയുന്നു. അപ്പോഴാണ് മഹ്ശറിൽ വെച്ച് ചെറിയ കുട്ടികൾ പോലും, ചെറിയ കുട്ടികൾ 4-5 വയസ്സായ കുട്ടികളൊക്കെ നരബാധിച്ചു പോകുന്ന രംഗമുണ്ട് മഹ്ശറിൽ വെച്ച്. സ്വഹാബത്ത് ആ ഒരു ഹദീസ് കേട്ടിട്ട് രാത്രി മുഴുവനും കലങ്ങിയ കണ്ണുമായി നിന്നിട്ടുണ്ട്, ഉറക്കം വരാതെ. ആദം നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചിട്ട് അല്ലാഹു പറയും, നിങ്ങളെ മുതുകിൽ നിന്ന് നരകത്തിലേക്കുള്ള ആളുകളെയും സ്വർഗത്തിലേക്കുള്ള ആളുകളെയും ഒന്ന് മാറ്റി വെക്കണം, മാറ്റി നിർത്തണം. ആ സമയത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കും, അല്ലാഹുവേ എത്രയാണ് കണക്ക്? മിൻ കുല്ലി അൽഫിൻ 99 ഇലന്നാർ. ഓരോ 1000-ൽ നിന്നും 999 നരകത്തിലേക്ക് മാറ്റി നിർത്തൂ. ഒരാള് സ്വർഗത്തിലേക്ക് മാറ്റി നിർത്തൂ. 1000
പേര് നരകത്തിലേക്ക് പോകുമ്പോ സ്വർഗത്തിൽ പോകുന്നതൊരു മെമ്പറാണ്. 10,000 പേര് നരകത്തിൽ പോകുമ്പോ സ്വർഗത്തിലേക്ക് പോകുന്നത് 10 എണ്ണമാണ്. 1,00,000 ആള് നരകത്തിലേക്ക് പോകുമ്പോ സ്വർഗത്തിലെത്തുന്നത് 100 എണ്ണമാണ്. സ്വർഗത്തിലേക്ക് പോകുന്നതിന്റെ കുറവും നരകത്തിലേക്ക് പോകുന്നതിന്റെ ആധിക്യവും ഒന്ന് ആലോചിക്കണേ. സ്വഹാബത്ത് മുഴുവനും പേടിച്ചു പോയ ഹദീസാണ്. അവരൊക്കെ മുത്തുനബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അയ്യുനാ ദാലിക്കൽ വാഹിദു യാ റസൂലല്ലാഹ്, ഞങ്ങളിൽ ആ ഒരാള് ആരാണ് നബിയേ? 1000-ൽ നിന്നൊരാള്, പിന്നെ 1000-ൽ നിന്നൊരാള്, പിന്നെ 1000-ൽ നിന്നൊരാള് എന്ന് പറഞ്ഞില്ലേ? ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരാണ് നബിയേ? പക്ഷേ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലെ ഭൂരിപക്ഷത്തിന്റെ നല്ലൊരു ശതമാനം ആളുകളും നിങ്ങളാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർക്കതൊരു പ്രതീക്ഷയുള്ള വാക്കുകളാണ്. സാധുക്കളായ നമ്മളോ അല്ലാഹുവിനോട് ചോദിക്കുക, അവന്റെ മഹ്ലായ ഫദ്ൽ കൊണ്ട് റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു. നരകത്തിൽ നിന്ന് കാവല് ചോദിക്കുക, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. സംഘങ്ങളായിട്ട് നല്ലവരെയും ചീത്തവരെയും മാറ്റി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അല്ലാ അലം അഹദ് ഇലൈക്കും, നിങ്ങളോട് ഞാൻ നേരത്തെ അറിയിച്ചിട്ടില്ലയോ? ഞാൻ നേരത്തെ നിങ്ങളോട് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലയോ? നിങ്ങളോട് ഞാൻ കരാർ ചെയ്തിട്ടില്ലയോ? യാ ബനി ആദമ, ആദം സന്തതികളെ, മനുഷ്യരെ, അല്ലാ തഅബുദു ശൈത്വാൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്, നിങ്ങൾ പിശാചിനെ വണങ്ങരുത്. പിശാചിന്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കരുത് എന്ന് അർത്ഥം. അങ്ങനെ നിങ്ങളോട് ശൈത്താന് വഴിപ്പെടരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ആ ശൈത്താൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാണ്. ശൈത്താന് ഒളിഞ്ഞു നിൽക്കുന്ന ശത്രു എന്നല്ല അല്ലാഹു പറഞ്ഞത്, മുബീനുൻ, വ്യക്തമായ ശത്രുവാണ്. ആർക്കും തിരിയാൻ പറ്റും അവൻ ശത്രുവാണ് എന്നത്. നിങ്ങളെ ഒരു നന്മയും ശൈത്താന് ഇഷ്ടമില്ല. ഒരു ചെറിയ നന്മക്ക് പോലും അവന് സപ്പോർട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അവന് വഴിപ്പെടരുത്. ശൈത്താൻ ഇബാദത്ത് എടുക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അല്ലാഹു തആല ആരാധിക്കരുത് എന്ന് പറഞ്ഞ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് ആരാധിക്കുക, അവരെ ഇലാഹായി വിശ്വസിക്കുക. അതിന് പ്രേരണ നൽകിയത് ശൈത്താനാണ്. തുടക്കം കുറിച്ചത് ശൈത്താനാണ്. വളരെ 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 വിഷമത്തോടുകൂടെ പൂർവികരായ കുറെ മഹാന്മാര് മരണപ്പെട്ടു പോയപ്പോ അവരുടെ സ്മരണകൾ പുതുക്കാൻ വേണ്ടിയിട്ട് അവരെ ചിത്രങ്ങൾ ഉണ്ടാക്കി വെക്കാനാണ് ശൈത്താൻ ആദ്യം പറഞ്ഞത്. അവരെ പേരാണ് സഹോദരങ്ങളെ വുദ്, യഗൂസ്, യഊഖ്, നസ്ർ. ബഹുമാനപ്പെട്ട ശീസ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച സ്വാലിഹീങ്ങളാണിവര്. ജനങ്ങൾക്ക് മുഴുവനും പ്രിയപ്പെട്ടവരായിരുന്നു. അവരങ്ങ് മരണപ്പെട്ടപ്പോ ജനങ്ങൾക്ക് തീർത്താൽ തീരാത്ത സങ്കടമായി. അവരൊരു ഭാഗത്തിരുന്നിട്ട് എല്ലാവരും വിഷമങ്ങൾ പറയുകയാണ്. ഓരോരുത്തരും ഓരോ മഹാന്റെ അനുഭവങ്ങൾ പറയാണ്. അവരിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ശൈത്താന് പറഞ്ഞു, ഇങ്ങനെ സങ്കടപ്പെട്ട് നിന്നിട്ടൊന്നും കാര്യമല്ല. ആ 4 മഹാന്മാരുടെയും ചിത്രങ്ങള് ഇവിടെ അങ്ങ് കൊത്തിപ്പതിപ്പിച്ച് റെഡിയാക്കി വെക്കണം. 4 പേര് പറഞ്ഞില്ലേ? എന്താണ് നിങ്ങൾ പെട്ടെന്ന് ഇതണ്ടേ? വദ്, സുവാഗ്, യഗൂസ്, യഊഖ്. ഇതിൽ വേറെ ആളും കൂടി, 5 ആളുകൾ എണ്ണി പറയാൻ. ലാ തദുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ്. എന്നിട്ട് ചിത്രങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ ആളുകൾ പറഞ്ഞു, ചിത്രങ്ങൾ ഉണ്ടാക്കിയാൽ അവരെങ്ങനെ ഓർക്കാൻ പറ്റുമല്ലോ എന്ന് ചിത്രങ്ങൾ ഉണ്ടാക്കി. അപ്പൊ ആ ചിത്രങ്ങൾക്ക് മുന്നിൽ ഇവരിങ്ങനെ തപസ്സിരുന്നിട്ട് അനുസ്മരണങ്ങളൊക്കെ സംഘടിപ്പിച്ചു. ശൈത്താൻ വന്നിട്ട് പറഞ്ഞു, ചിത്രങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ അനുസ്മരണങ്ങൾ സംഘടിപ്പിച്ചിട്ട് കാര്യമില്ല. ആ ചിത്രങ്ങൾക്ക് നിങ്ങളൊക്കെ ഒന്ന്
ഒന്ന് വണങ്ങണം, ഒന്ന് റുക്കൂഉം സുജൂദും ചെയ്യണം. എന്നാലേ അവരുള്ള ബഹുമാനം നിങ്ങൾ തീർത്തവരാകൂ. അപ്പൊ അതും കുറെ ആൾക്കാർ അംഗീകരിച്ചു, അനുസരിച്ചു. പിന്നെ അവരുടെ പ്രതിമകൾ ഉണ്ടാക്കാമാണ്, അതുണ്ടാക്കും. പിന്നെ അതിന് ആരാധന നടത്തൽ തുടങ്ങി. ആ ആരാധനയെ എതിർത്തുകൊണ്ട് തൗഹീദ് പഠിപ്പിക്കാനാണ് പിന്നീട് വന്ന നബിയാണ് ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം. അങ്ങനെയാണ് അതിന്റെ തുടക്കം. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, ഏക സമൂഹമായിട്ടായിരുന്നു മനുഷ്യർ ജീവിച്ചിരുന്നത്. ഏകനായ അല്ലാഹുവിനെ ആരാധിച്ചു. ശൈത്താൻ ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരെ മനസ്സിലുണ്ടാക്കിയ കുരുക്കുകളിലൂടെ ഈ ആരാധനകളിലൂടെ ജനങ്ങൾ അങ്ങനെ തുടർന്നു പോകുന്നു. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പ്രബോധനം നടത്തി. ആകെ കുറച്ചാൾക്കാരെ സ്വീകരിച്ചു. ബാക്കിയുള്ള ലക്ഷോപിലക്ഷം ആളുകൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രാർത്ഥന നടത്തിയിട്ട് അവർക്കൊക്കെ വലിയ ശിക്ഷ അല്ലാഹു തആല. പിന്നെയും മുവഹിദീങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നത്. പിന്നെയും ശൈത്താന് പറ്റിച്ചു പലരെയും. ഇതേ രൂപത്തിൽ തന്നെ അവരനുസരിച്ചു. മൊത്തം മനുഷ്യന്മാരോട് അല്ലാഹു തആല നൽകിയൊരു കരാറാണ്, അലം അഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ. നിങ്ങൾ പിശാചിന് വഴിപ്പെടരുത്, അവന് നിങ്ങളെ ശത്രുവാണ് എന്നുള്ളത് വ്യക്തമായതല്ലേ. ആർക്കാണ് തിരിയാത്തത്? മനുഷ്യന്റെ ശത്രുവാണ് പിശാച്. അതുകൊണ്ടാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ശത്രുത വെച്ച് ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെയും അള്ളാഹു നൽകിയ സ്വർഗീയത്തിന്റെ ഉദ്യാനത്തിൽ നിന്ന് അവരെ പുറത്താക്കാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തിയിട്ട് ഒരുപാട് മോഹങ്ങൾ അവരെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തത് ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ. കാലകാലം സ്വർഗത്തിൽ നിൽക്കണോ, എന്നും നശിച്ചു പോകാത്ത അധികാരം വേണോ? നിങ്ങളോട് ഈ പഴം ഭക്ഷിക്കണ്ടെന്ന് പറയാൻ കാരണം അതാണ്. ഭക്ഷിച്ചാലൊന്നും ഇവിടെ നിൽക്കേണ്ടി വരും. മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്തു ചാടിക്കാൻ വേണ്ടി ശത്രുതയോടെ പ്രവർത്തിച്ച ആളാണ് ഇബ്ലീസ്. അതും മനുഷ്യകുലത്തിന് മൊത്തം ശത്രുവാണ്. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. എനിക്ക് മാത്രം നിങ്ങൾ ആരാധിക്കണം. ഹാദാ സിറാത്തും മുസ്തഖീം. പിശാചിന് വഴിപ്പെടാതെ, അവനെ ആരാധിക്കാതെ, അവന്റെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കാതെ എനിക്ക് മാത്രം ആരാധിക്കുന്ന രൂപഭാവങ്ങൾ, അതാണ് സിറാത്തും മുസ്തഖീം. യഥാർത്ഥ പാന്താവ് അതാണ്, ഋജുവായ മാർഗം അതാണ്. അതേ, പിശാചിന് അടിമപ്പെട്ടു പോകരുത്. അവന്റെ കഥ നിങ്ങൾക്കറിയുമോ? വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ. വലഖദ് അളല്ല മിൻകും, നിങ്ങളിൽ നിന്ന് അവൻ വഴിതെറ്റിച്ചിട്ടുണ്ട്. ജിബില്ലൻ കസീറാ, കുറച്ച് ആളുകളെ ഒന്നുമല്ല, ധാരാളം പടപ്പുകളെ. ജിബില്ല് എന്ന് പറഞ്ഞ സൃഷ്ടികൾ എന്നർത്ഥം. ജിബില്ലൻ കസീറ, ധാരാളം സൃഷ്ടികളെ, വലിയ വലിയ മഹാന്മാരവൻ തെറ്റിച്ചിട്ടുണ്ട്. 200 കൊല്ലം ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ട് ദർസ് നടത്തിയിരുന്ന ബർസീസയെ തെറ്റിച്ചതാരാണ്? അല്ലാഹുവിന്റെ ലൗഹിലേക്ക് നോക്കിയിട്ട് വിഷയം പറഞ്ഞു കൊടുത്തിരുന്ന ബൽആം ഇബ്നു ബഊറ, അവനെ തെറ്റിച്ചവനാരാണ്? അങ്ങനെ അങ്ങോട്ട് എണ്ണുമ്പോ വലിയ വലിയ പർവ്വത സമാനരായ മഹാന്മാരെ ഇബ്ലീസ് വഴിതെറ്റിച്ചിട്ടുണ്ട്. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു അടുത്ത് വരെ ഇബ്ലീസ് വന്നില്ലേ? വഴിതെറ്റിക്കാൻ വേണ്ടി വന്നില്ലേ? ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കാലുകൊണ്ട് തട്ടി തെറിപ്പിച്ചവനെ, ശപിക്കപ്പെട്ടവനെ മിണ്ടാതെ പോടാന്ന് പറഞ്ഞു. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് കഴിച്ചിട്ട് വിശപ്പൊക്കെ മാറ്റായിരുന്നു എന്ന് കരുതി ക്ഷീണത്തോടെ ഇരിക്കാം. അങ്ങനെ സുഖത്തിലായി നടക്കുന്ന കാലം ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കുമ്പോ ഇത് നല്ല ചാൻസാന്ന് കരുതിയിട്ട് ഇബ്ലീസ് വന്നതാ. എന്നിട്ടൊരു സുപ്ര ഇങ്ങനെ താഴോട്ട് ഇറക്കി കൊടുത്തു. അതിന്റെ കൂട്ടത്തിൽ ഒരു പ്രകാശവും, ആ പ്രകാശത്തിൽ നിന്നൊരു ശബ്ദവും, യാ അബ്ദുൽ ഖാദിർ അഹ്ലൽതു കമാ ഹറംതു അലൈക, നിങ്ങൾക്ക് ഹറാമാക്കിയതൊക്കെ ഹലാലാക്കി തന്നു. നിങ്ങളിപ്പോ വലിയ സ്ഥാനത്തെത്തിയില്ലേ, നിങ്ങളിപ്പോ സാധാരണ ആളൊന്നുമല്ലല്ലോ, അതുകൊണ്ട് ഭക്ഷിച്ചോളൂ, കുടിച്ചോളൂ. സുപ്രയിലേക്ക് നോക്കുമ്പോ സ്വർണ്ണ പാത്രവും വെള്ളിക്കോപ്പയും സമൃദ്ധമായ രൂപത്തിൽ അന്നപാനീയങ്ങളുണ്ട്.
ഹറാമാക്കിയതൊക്കെ ഹലാലാക്കിയെന്ന് പറഞ്ഞപ്പോഴേക്ക് എന്റെ ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, ഇത് കള്ളനാണ്, ഇവൻ പറ്റിക്കാൻ വന്നതാണ്. ശപിക്കപ്പെട്ടവനെ മിണ്ടാതെ പോടാ എന്ന വാക്ക് പറഞ്ഞപ്പോഴേക്ക് ആ പ്രകാശം മുഴുവനും ഒരു കരിമ്പുകയായിട്ട് മേലോട്ടുയർന്നു. എന്നിട്ട് അതിൽ നിന്ന് വന്ന ശബ്ദമാണ്, നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ, നിങ്ങളെപ്പോലെ ഇബാദത്തിലായി ചമഞ്ഞിരിക്കുന്ന ദുനിയാവിന്റെ ത്യാഗങ്ങൾ മുഴുവനും ഏറ്റുവാങ്ങി എത്രയോ പരിത്യാഗികളെ ഞാൻ ഇതേ സൂത്രം ഉപയോഗിച്ച് തെറ്റിച്ചാണ് വരുന്നത്. നിങ്ങളെ തെറ്റിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഇബ്ലീസിനെ മഹാനവറുകൾ വിരട്ടി ഓടിച്ചില്ലേ? എത്രമാത്രം വലിയ ശക്തിയിലാണ് ആ വിരട്ടി ഓടിച്ചത്. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഇബ്ലീസിന് എന്തൊരു പേടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഉമറേ, ഇദാ സലകത ഫജ്ജൻ സലക ശൈത്വാനു ഫജ്ജൻ ഗൈറ ഫജ്ജിക. നിങ്ങൾ ഒരു വഴിക്ക് വരുന്നത് കണ്ടാൽ നിങ്ങൾ അതേ വഴിക്ക് വരാൻ ശൈത്വാന് ധൈര്യമില്ല, മറ്റൊരു വഴിക്ക് അവനങ്ങ് നടന്നു പോകും. അത്രയും വലിയ പേടിയാണ് നിങ്ങൾ അവൻക്ക്. അപ്പൊ ആ ശൈത്താനെ വഴിപ്പെടരുത്, അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കരുത്. കാരണം വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ, ഒരുപാട് വലിയ വലിയ ആളുകൾ അവൻ വഴിതെറ്റിച്ചിട്ടുണ്ട്. അഫലം തകൂനു തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നില്ലയോ? എത്ര നല്ല ഇബാദത്തെടുത്ത ആൾക്കാരെയാണ് ഇബ്ലീസ് പറ്റിച്ചതെന്ന്. അതൊരു വേറെ അധ്യായം തന്നെ വേറെ പറയണം. തൽബീസ് ഇബ്ലീസ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് ഇമാം ഇബ്നുൽ ജൗസിക്ക്. മഹാനവർകൾ അതിൽ ധാരാളം കഥകൾ വിശദീകരിക്കുന്നുണ്ട്. ഞാനൊന്നും പറഞ്ഞാലിപ്പോ നേരെ എവിടെ എത്തൂല. കൂട്ടത്തിലൊന്ന് പറയട്ടെ, പറഞ്ഞതുകൊണ്ട് പഴയ കാലത്ത് വലിയ ഇബാദത്തെടുത്ത ഒരു മനുഷ്യണ്ടായിരുന്നു. ധാരാളം ഇബാദത്തിൽ മുന്നോട്ട് നീങ്ങിയാണ്. അങ്ങനെ ഇബാദത്തെടുത്ത് അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുത്ത ഈ മഹാൻ ഇബാദത്തിൽ വലിയ ശക്തി പ്രാപിച്ച ഉടനടി ഉത്തരം. ഇപ്പൊ ഉത്തരപ്പ് റെഡിയാ, നാളെ അതിനെത്രമാത്രം നാവൊക്കെ ആ രൂപത്തിൽ ദിക്റിലും ഇബാദത്തിലും പച്ച പിടിക്കാം. ചോദിച്ചാ ചോദ്യം റെഡി, മാറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ രൂപത്തിൽ അദ്ദേഹത്തോട് വന്നിട്ട് ജനങ്ങൾ പറഞ്ഞു, പിന്നെ നിങ്ങളെ നാട്ടിൽ നല്ല ഒരു വൃക്ഷമുണ്ട്, ആ സ്ഥലത്ത് അറിയാം, ആ വൃക്ഷത്തെ ജനങ്ങളൊക്കെ ആരാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കുന്ന മാറ്റിട്ട് വൃക്ഷത്തെ ആരാധിക്കാൻ അത് പറ്റൂല. അപ്പൊ ഞാൻ അതിനെ ആരാധിക്കുന്നതിന് പകരം ഞാൻ എന്താ ചെയ്യുക, വൃക്ഷം ഞാനത് മുറിച്ചു മാറ്റാൻ പോകുക എന്ന് പറഞ്ഞു. ഇബാദത്ത് നാളെ പറഞ്ഞു, വൃക്ഷം ഞാൻ മുറിച്ചു മാറ്റാൻ പോകുകയാണ്. നല്ല മഴ എടുത്തിട്ട് അദ്ദേഹം പോയി. അതിങ്ങനെ ഒരു ഭാഗത്തുനിന്ന് മുറിച്ചു മാറ്റാൻ തുടങ്ങിയപ്പോ എതിർഭാഗത്തുനിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ജനങ്ങൾ നിങ്ങളെന്തിനാ അത് മുറിക്കുന്നത്, നിങ്ങളെന്തിനാ മുറിക്കുന്നത്, നിങ്ങളെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അവര്, നിങ്ങൾ ഈ മരം മുറിക്കേണ്ട ആവശ്യമല്ലല്ലോ, നിങ്ങൾ ആരാണിത് പറയാ, നിങ്ങളെ പണിക്ക് പോയിക്കോ. അള്ളാഹുവിനെ ആരാധിക്കുന്ന ജനങ്ങൾ ആരാധന മാറ്റിയിട്ട് മരത്തെ ആരാധിക്കുകയോ അത് നടക്കൂല. പിന്നെയും അദ്ദേഹം മുറിക്കാൻ തുടങ്ങിയപ്പോ ആ എതിർക്കാമെന്ന മനുഷ്യൻ ഈ ആബിദായ മനുഷ്യനെ തടഞ്ഞു. മനുഷ്യരൂപത്തിൽ വന്ന ആള് ആബിദായ മനുഷ്യനെ തടഞ്ഞു, തട്ടിമാറ്റിയപ്പോ അദ്ദേഹം പിടുത്തം കൊടുത്തില്ല. ആ ഉന്തി തള്ളാൻ വേണ്ടി വന്ന, എതിർക്കാൻ വേണ്ടി വന്ന മനുഷ്യനെ പിടിച്ച് ഉന്തി തള്ളിയിട്ടു. എന്നെ തോൽപ്പിക്കാൻ നീ ഒരുങ്ങരുത്, അള്ളാഹുവിനെ ആരാധിക്കുന്ന ജനങ്ങൾ ആരാധന മാറ്റിയിട്ട് ഇപ്പം മരത്തിന് ആരാധിക്കുകയോ, ഞാനിത് മുറിക്കുക തന്നെ ചെയ്യും. അല്ല ദയവേത് നിങ്ങൾ മുറിക്കും, ഞാൻ മുറിക്കും എന്ന് പറഞ്ഞാൽ മുറിക്കും. നീ ഇത് തടയാൻ നിന്നാൽ ഞാൻ നിന്നെ ശരിയാവും. ഉന്തും തള്ളുവായപ്പോ രണ്ടാമത് ഈ മനുഷ്യൻ പിടിച്ചു ഉന്തിയിട്ട് തടയാൻ വേണ്ടി വന്ന ആളെ താഴെയിട്ട് തള്ളിയിട്ട് അയാളെ ശരീരത്തിന്റെ മേലെങ്ങനെ കയറി ഇരുന്നിട്ട് പറഞ്ഞു, തൽക്കാലം നിനക്ക് ഇപ്പൊ പോകാം, അല്ലെങ്കിൽ നിന്റെ ശരീരം ഞാൻ വെട്ടിമുറിക്കും, നീ എന്നെ തടയാൻ വന്ന. അപ്പല്ല ഞാൻ പോകാന്ന് പറഞ്ഞു. പിന്നെയും ഇദ്ദേഹം മുറിക്കാൻ തുടങ്ങിയപ്പോ പിന്നെയും മറ്റേ ആൾ തടയാൻ തുടങ്ങി. അപ്പൊ ലാസ്റ്റ് കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മുറിക്കരുത്, ദയവ് നിങ്ങൾക്ക് എന്റെ വക ഞാൻ ചെറിയ ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തത്?
എന്താ ചെയ്തത്? നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോ തലയിണ പൊക്കി നോക്കുമ്പോ അടിയിൽ 2 ദീനാർ ഉണ്ടാവും. അതെന്റെ ഉറപ്പല്ലേ? എന്നാ പോയിക്കോ, ഞാൻ മുറിക്കുന്നില്ല. അവിടെ പൊട്ടു. ദുനിയാവങ്ങോട്ട് കാണിച്ചു കൊടുത്തപ്പോ പൊട്ടുപോയി. പണം കൊണ്ട് പലരും പെടും, സ്ത്രീകളെ കൊണ്ട് ചിലര് പെടും, സ്ഥാനമാനങ്ങളെ കൊണ്ട് പെടും, തീർച്ചുകൊണ്ട് പെടുന്ന ധാരാളം വഴികളുണ്ട്. ഇമാം ഉസ്സത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ മദാഖിലുശ് ശൈത്താൻ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നത് കാണാം. പിശാചിന്റെ പ്രവേശന മാർഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നുണ്ട്. വലിയ വലിയ സ്ഥാനത്ത് എത്തിയ ആളുകളെ താഴോട്ട് തള്ളിയിടാൻ പല മാർഗങ്ങളും അവൻ കൊണ്ടുവരും. എന്നും 2 ദീനാർ കിട്ടുമെന്ന് കരുതി ആബിദായ മനുഷ്യൻ വീട്ടിലേക്ക് പോയി. രാവിലെ എണീറ്റ് തലയിണ പൊക്കി നോക്കുമ്പോ 2 ദീനാർ. അധ്വാനിക്കാതെ 2 ദീനാർ കിട്ടല്ലേ? പിറ്റേന്ന് 2 ദീനാർ, പിറ്റേന്ന് നോക്കുമ്പോ പിറ്റേന്നും ദീനാർ. അങ്ങനെ കുറച്ച് ദിവസം ദീനാർ അങ്ങനെ കിട്ടിയതൊക്കെ ഒരു കൂട്ടി റെഡിയാക്കി. ആ ദീനാറിന്റെ ആ സമ്പാദ്യത്തിൽ നിന്ന് കിട്ടിയ ഭക്ഷ്യവസ്തുക്കളൊക്കെ ഏകദേശം കുടിച്ച് കടിച്ച് ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ചേരുമ്പോ ഈമാനികമായ സുഖങ്ങളൊക്കെ പോകൂലേ? പോകും. പിന്നെ ഈ ആബിദായ മനുഷ്യനെ കീഴ്പ്പെടുത്താൻ എതിർക്കാൻ വേണ്ടി വന്ന ആൾക്ക് എന്തെങ്കിലും പണി ഉണ്ടാകും? പെട്ടെന്ന് കഴിയൂലേ? ഒരു ദിവസം എണീറ്റ് നോക്കുമ്പോ ദീനാറ് കാണുന്നില്ല. അദ്ദേഹം മഴയെടുത്ത് മരം മുറിക്കാൻ തീരുമാനിച്ച് ഇനി എന്ത് വന്നാലും മുറിക്കുക തന്നെ എന്നുള്ള നിലക്ക് അങ്ങോട്ട് പോയപ്പോൾ അതാ ആദ്യം തടയാൻ വേണ്ടി വന്ന അതേ ആള് വന്നിരിക്കുന്നു. ഇപ്പൊ എന്തിനാ മുറിക്കാൻ വന്നത്? ഇത്രയും ദിവസം നിന്റെ ദീനാറ് കിട്ടി, ഇന്ന് ദീനാറില്ലല്ലോ, ദീനാറിന്ന് കിട്ടിയിട്ടില്ലല്ലോ, മുറിക്കാൻ വേണ്ടി വന്നതാണ്. മുറിക്കാൻ നിന്നെ അയക്കൂല, തൊടാൻ പോലും അയക്കൂല, ഉന്തും തള്ളുമായി ആബിദായ മനുഷ്യൻ നിലത്ത് വീണു. തടയാൻ വേണ്ടി വന്ന അയാള് ആബിദായ മനുഷ്യന്റെ നെഞ്ചിന്റെ ഭാഗത്ത് കയറി നിൽക്കുന്നു. ഒരൊറ്റ ഇടിയങ്ങിടിച്ചാൽ ആബിദായ മനുഷ്യനോട് പറയുന്നു, നീ ഇപ്പൊ ചമ്മന്തിയായി പോകും, നിന്നെ പെറുക്കാൻ കിട്ടൂല. എന്നിട്ട് പറയുന്നു, ആദ്യഘട്ടത്തിൽ നീ എന്നെ തള്ളിയിട്ടപ്പോ നീ മുകളിലായിരുന്നു, ഞാൻ താഴെയായിരുന്നു. ഇപ്പൊ നിന്നെ തള്ളിയിട്ടു, നീ താഴെയായി, ഞാൻ മുകളിലായി. കാരണം നിന്റെ ഇലാഹായ അല്ലാഹുവിനെ നീ ആരാധിക്കുന്നത് യഥാർത്ഥ രൂപത്തിലായിരുന്നു ആദ്യഘട്ടത്തില്. രണ്ടാമതായി പണത്തിന്റെ പിന്നിൽ നീ മയങ്ങിപ്പോയി. നിനക്ക് തൗഹീദല്ല പ്രശ്നം, നിനക്ക് ഇഖ്ലാസ് അല്ല പ്രശ്നം, നിനക്ക് ശിർക്കല്ല പ്രശ്നം, ദുനിയാവിന്റെ പ്രശ്നത്തിന് നിന്നെ ഞാനങ്ങ് വീഴ്ത്തിപ്പോയി. ഞാൻ ആരാന്നറിയോ? അന ഇബ്ലീസുൽ ലഈൻ, ഞാൻ ഇബ്ലീസാണ്, നിന്നെ വഴിതെറ്റിക്കാൻ വേണ്ടി വന്നാളാണ്. ഈ മരം തൊട്ടു പോകരുത്, നിന്നെ ഞാൻ അങ്ങ് കശാപ്പ് ചെയ്തു പോകും, നീ എന്റെ പിന്നിൽ വീണുപോയല്ലോ. ഭാരത്തോടാ മനുഷ്യൻ കാര്യം സാധിക്കാതെ അവിടെ നിന്ന് മടങ്ങിപ്പോയി. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, എത്ര ആളുകളെ അവൻ വഴിതെറ്റിച്ചത്. 1ഉം 2ഉം ആളുകളെയല്ല. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, ശൈത്താൻ അനുസരിച്ചു പോകരുത്, അവന്റെ ജൽപ്പനങ്ങൾക്ക് വഴിപ്പെട്ടു പോകരുത്. നാളെ ആഖിറത്തിലെത്തിയിട്ട് അല്ലാഹു തആല ചോദിക്കുമ്പോ എന്താണ് മനുഷ്യന്മാർക്ക് മറുപടി പറയാനുണ്ടാവുക? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ അവൻ അനുസരിക്കരുത് എന്ന്? നിങ്ങളത് കേട്ടില്ലല്ലോ. അവൻ അനുസരിച്ചിട്ടല്ലേ നിങ്ങൾ കുടുങ്ങിപ്പോയത്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് പ്രവേശിക്കാനുള്ള സ്ഥലം ഏതാണെന്നറിയോ? ആദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ, ഇദാ ജഹന്നമാകുന്ന നരകം, അല്ലതി കുന്തും തുഅദൂൻ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കാത്തത് കൊണ്ട്, പിശാചിന് വഴിപ്പെട്ട് ജീവിച്ചത് കൊണ്ട് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട നരകമാണിത്. ആ നരകത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. കാരണം ജഹന്നം ആർക്കുള്ളതാണ് അല്ലാഹു പറഞ്ഞത്? ഇബ്ലീസിനോട് അല്ലാഹു പറഞ്ഞില്ലേ, ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ. ഇബ്ലീസേ, നിന്നെ കൊണ്ടും നിന്നെ പിന്തുടർന്ന ആളുകളെ കൊണ്ടും ജഹന്നമിനെ നമ്മളങ്ങ് നിറച്ചു കളയും. അതുകൊണ്ട് ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ,
ആ നരകത്തിന്റെ കത്തിയാളുന്ന ചൂടിലേക്ക് നിങ്ങളങ്ങ് പ്രവേശിക്കൂ. ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. അതിന്റെ ചൂട് അനുഭവിച്ചോളൂ, അതിന്റെ രുചി അനുഭവിച്ചോളൂ. ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ നിഷേധിച്ച കാരണം കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, ആ നരകത്തിന്റെ ചൂട് ചെറിയ ചൂടല്ല. ഇസ്ലൗഹ എന്ന വാക്കിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം ചൂടനുഭവിക്കാൻ വേണ്ടി ഒന്നങ്ങ് പ്രവേശിക്കൂ എന്നാണ്. സുഖം അനുഭവിക്കാൻ വേണ്ടി പ്രവേശിക്കുന്ന വാക്ക് ഇസ്ലൗഹ എന്നല്ല. നരകത്തിന്റെ ശിക്ഷാമുറകളൊന്ന് അനുഭവിച്ചോളൂ. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നരകത്തിന്റെ ചൂടിന്റെ ഗൗരവം 1000 വർഷം നരകം കത്തിക്കപ്പെട്ടപ്പോൾ ഫബിയല്ലത്ത്, നരകമിങ്ങനെ വെളുത്തു. 1000 കൊല്ലക്കാലം കത്തിച്ചപ്പോ നരകം വെളുത്തു. പിന്നെയും 1000 കൊല്ലക്കാലം കത്തിച്ചപ്പോ ഫഹ്മറത്ത്, നരകം ചുവന്നു. പിന്നെയും 1000 കൊല്ലം കത്തിച്ചപ്പോ നരകം കറുത്തു. ഫഹിയ സൗദാഉ കല്ലൈലിൽ മുദ്ലിം, ഇരുൾ മുറ്റിയ രാത്രിയെ പോലെ ഇന്ന് നരകത്തിന്റെ കളർ കറുത്ത കറുപ്പാണ്. പക്ഷേ അതിന്റെ ചൂടോ സഹിക്കാൻ പറ്റൂല. നരകത്തിൽ നിന്ന് പൊങ്ങി വരുന്ന തീപ്പൊരികൾക്ക് തന്നെ കൊട്ടാര സമാനമായ വലുപ്പമുണ്ട്. ഇന്നഹാ തർമീ ബിശററിൻ കൽഖസുർ, കൊട്ടാര സമാനമായ തീപ്പൊരികളെയാണ് നരകം പുറത്തേക്ക് തുപ്പിക്കൊണ്ടിരിക്കുന്നത്. ഒരു തീപ്പൊരി എങ്ങാനും ശരീരത്തിലേറ്റാൽ പിന്നെ ബാക്കിയില്ലല്ലോ. തായോട്ട് വീണാൽ ആ ഭാഗത്ത് പിന്നെ സൗന്ദര്യമില്ലല്ലോ. 3000 കൊല്ലം കത്തിച്ച് റെഡിയാക്കിയ നരകത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചോളൂ. സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലിയ വഷളത്തരമാണത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, നരകപ്രവേശനത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. മലക്കുകൾ എത്രമാത്രം അല്ലാഹുവിനെ ആരാധിക്കുന്ന ആളുകളാണ്. ഒരൊറ്റ കൽപ്പനക്കും എതിരാക്കാത്ത ആൾക്കാരല്ലേ മലക്കുകൾ. ആ മലക്കുകളെ കൂട്ടത്തിൽ ഒരു പ്രത്യേക ഖിദ്മത്ത് ചെയ്യുന്ന മലക്കല്ലേ മീകായിൽ അലൈഹിസ്സലാം. മീകായിൽ അലൈഹിസ്സലാം എന്താണ് ചിരിക്കാത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞല്ലോ, ഓ നബിയേ, മാ ലഹിക മീകായിലു മുൻദു ഖുലിഖത്തിൻ നാർ, നരകം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ മീകായിൽ അലൈഹിസ്സലാം ചിരിച്ചിട്ടില്ല. ഇസ്രാ മിഅ്റാജിന്റെ യാത്രയില് ആകാശാരോഹണത്തിന്റെ വിവിധ അത്ഭുതങ്ങൾ കാണുമ്പോ നരകം കാക്കുന്ന മലക്കിനെ കണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പേടിച്ച് നിന്നുപോയി. ആ മലക്കിനെ കാണുമ്പോഴേക്കൊരു പേടി വരുമെങ്കിൽ നരകത്തിന്റെ ഭയാനകത എത്രമാത്രം വലുതാണ്. മാലിക് അലൈഹിസ്സലാമിന്റെ നൃത്തം കണ്ടിട്ട് നബിതങ്ങളൊന്ന് നോക്കിപ്പോയി, പടച്ചോനെ ധാരാ സലാം പറഞ്ഞു, സലാം മടക്കി. മുത്തുനബിതങ്ങളൊന്ന് ചിരിച്ചു. സലാം പറഞ്ഞാൽ അടുത്തൊരു ധർമ്മല്ലേ, ഒരു പുഞ്ചിരി. ഒന്ന് തങ്ങൾ ചിരിച്ചു, പക്ഷേ തിരിച്ച് ചിരി കിട്ടിയില്ല. ചിരി വരാത്ത ഈ ഒരു നൃത്തം കണ്ടപ്പോ ചോദിച്ചു, ജിബ്രീൽ, ഈ നിൽക്കുന്നത് ആരാണ്? നിൽക്കുന്നത് മാലികുൽ ഖാസിനുന്നാർ, നരകം കാക്കുന്ന മലക്കാണ് നബിയേ. തങ്ങൾ സലാം പറഞ്ഞോ? ഞാൻ സലാം പറഞ്ഞു. തിരിച്ച് സലാം മടക്കിയോ? മടക്കി. തങ്ങൾ ചിരിച്ചോ? ഞാൻ അങ്ങോട്ട് ചിരിച്ചു. തിരിച്ചിങ്ങോട്ട് ചിരി കിട്ടിയില്ല. ചിരിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. കാവല് നിൽക്കുന്നത് നരകത്തിനല്ലേ. തങ്ങളോട് ചിരിച്ചിട്ടില്ലെങ്കിൽ ലാ യദ്ഹഖു ഇലാ അഹദിൻ അബദാ, ഇനി ഒരു കാലത്തും ഒരാളോടും മാലിക് അലൈഹിസ്സലാം ചിരിക്കൂല നബിയേ. മാലിക് അലൈഹിസ്സലാമിനെ കാണുമ്പോഴേക്ക് എന്തൊരു പേടിയാ മുഅ്മിനീങ്ങളെ. ആ നരകത്തിൽ കടക്കുന്ന ഒരു സ്വഭാവവും നമ്മൾ ശീലിക്കരുത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.
ഏറ്റവും കൂടുതൽ കാവല് ചോദിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ നരകത്തിൽ നിന്ന് കാക്കാനല്ലേ? വെള്ളിയാഴ്ച ദിവസം പള്ളിയിലെ ഖതീബ് ഉസ്താദ് പള്ളിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മിമ്പറിന് മുകളിൽ വെച്ച് ആവർത്തിച്ച് ചോദിക്കുന്നതും അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് 7 തവണ ചോദിക്കുന്നതും അല്ലാഹുമ്മ അജ്ർനീ മിനന്നാർ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് 7 തവണ ചോദിക്കുന്നതും അല്ലാഹുമ്മ അജ്ർനീ മിനന്നാർ. സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് വലത്തെ ഭാഗത്തേക്കൊന്ന് ചെരിഞ്ഞു കടന്നിട്ട് ചോദിക്കുന്നതും നരകത്തിൽ നിന്നുള്ള കാവലാണ്. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാല വഇസ്റാഫീല വമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി അഊദു ബിക മിനന്നാർ. നരകം വല്ലാത്തൊരു ലോകമാണ്. ചിന്തിച്ചാൽ ഒരു പിടുത്തം കിട്ടാത്ത ലോകമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നരകക്കാര് 1000 പ്രാവശ്യം 1000 കൊല്ലം മാലിക് അലൈഹിസ്സലാമിനെ വിളിക്കുമ്പോ 1000 കൊല്ലത്തെ വിളിക്ക് ഒരു തവണ കിട്ടുന്ന മറുപടി എന്താണെന്നറിയോ? ഇന്നക്കും മാകിസൂൻ. അവിടെ തന്നെ കിടന്നോളൂ, എന്നെ വിളിച്ചിട്ട് കാര്യമില്ല. മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് വിവിധ ശിക്ഷകൾ അനുഭവിച്ച ആളുകൾ വിവിധ രൂപഭാവങ്ങൾ എണ്ണി പറയുമ്പോ അവരോടൊക്കെ ഒറ്റ വാക്കിൽ മറുപടി ഇന്നക്കും മാകിസൂൻ. അവിടെ തന്നെ കിടന്നോളൂ, ആശ്വാസമില്ല. 1000 കൊല്ലമുള്ള വിളിക്ക് ഒരൊറ്റ മറുപടി ഇങ്ങനെയാണെങ്കിൽ നരകത്തിന്റെ ഭയാനകത അനുഭവിക്കാനൊക്കൂല. ഒരു ചെറിയ വിയർപ്പ് താങ്ങാൻ കഴിയാത്ത സാധുക്കളല്ലേ നമ്മള്? നട്ടുച്ച സമയത്ത് ധൈര്യസമേതം സൂര്യന്റെ വെയിൽ കൊള്ളാൻ കഴിയാത്തവരല്ലേ നമ്മള്? കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുയർത്തുന്ന സൂര്യന്റെ ചൂടേൽക്കാൻ കഴിയാതെ തണലിലേക്ക് മാറുന്നവരല്ലേ നമ്മള്? 1 മണിക്കൂർ അധ്വാനിച്ച് വിയർപ്പ് പൊടിയുമ്പോഴേക്ക് കാറ്റ് കൊള്ളേണ്ടി വരുന്ന ദുർബല ശരീരങ്ങളല്ലേ നമ്മുടെ ശരീരം? രാത്രി ഒന്ന് കിടന്നിട്ട് കറന്റ് പോയാൽ ഫാനിന്റെ കറക്കമില്ലാത്തത്